പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശി അനന്തുവിനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. അയൽവാസിയായ പ്രതി ശ്രീകുമാർ കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. അല്പസമയത്തിനകം പത്തനംതിട്ട കോടതി ശിക്ഷാവിധി പ്രസ്താവിക്കും. 2023 കേസിനാസ്പദമായ സംഭവം നടന്നത്. ശ്രീകുമാറിന്റെ ഭാര്യയുമായി അനന്തുവിന് ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നുള്ള പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, അല്പസമയത്തിനകം തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമല്ലേ? ശ്രുതി, 2023 ഫെബ്രുവരിയിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. ഈ കൊല്ലപ്പെട്ട അനന്തു കൂട്ടുകാരോടൊപ്പം ഒരിടത്ത് വിശ്രമിക്കുകയായിരുന്നു. അതിനുശേഷം ഈ അനന്തു മാത്രമാകുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. കൂട്ടുകാരൊക്കെ ആ ഭാഗത്തു നിന്ന് പോയിരുന്നു. ഇത് മനസ്സിലാക്കിയ ശ്രീകുമാർ ആ ഭാഗത്തേക്ക് ചെന്ന് ഇരുമ്പ് കമ്പി കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. പിന്നീട് ഏകദേശം ഒരു 400 മീറ്ററോളം ദൂരം ചുമന്നുകൊണ്ട് പോയി അവിടെ അടുത്തുള്ള ഒരു കനാലിൽ മൃതദേഹം ഉപേക്ഷിച്ചു. പിന്നീട് പോലീസ് ഇത് വിശദമായി അന്വേഷിച്ചു. കനാലിൽ നിന്ന് ആദ്യ മൃതദേഹം കണ്ടെത്തിയതിനാൽ കനാലിൽ വീണുള്ള മരണമെന്നായിരുന്നു അന്വേഷിച്ച കൂടൽ പോലീസ് ആദ്യ നിഗമനത്തിൽ എത്തിയത്. പിന്നീട് സംശയങ്ങൾ തോന്നുകയും ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിൽ തലയോട്ടിയിൽ പിളർപ്പ് കണ്ടെത്തിയിരുന്നു, അതായത് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ പിടികൂടിയത്. പത്തനംതിട്ട കോടതി അല്പസമയത്തിനകം ശിക്ഷ വിധിക്കും. ശ്രുതി. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.